CPM അവരുടെ കോട്ടയായ പയ്യന്നൂരിൽ പരാജയപ്പെട്ടു. അതും തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുന്ന MLA-മാരടക്കമുള്ള നേതൃത്വത്തിനെതിരെയുള്ള സത്യം മാത്രം വിളിച്ചു പറഞ്ഞ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനോടാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ബംഗാളിലൊക്കെ അവസാന നിമിഷം നമ്മൾ കണ്ടതുപോലെ ഒരു കൈവിട്ട കളിക്കൊരുങ്ങിയിരിക്കുകയാണ് CPM. പാർട്ടിയുടെ സഹയാത്രികനായ എഴുത്തുകാരൻ അനിൽകുമാറിൻ്റെ വീടിന് മുന്നിൽ റീത്ത് വച്ചിരിക്കുകയാണ് CPM എന്നാണ് പറയുന്നത്. അതും ഇരുട്ടിൻ്റെ മറവിൽ. കണ്ണൂരിൽ പോലും, അതായത് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ, പാർട്ടി സെക്രട്ടറിയുടെ നാട്ടിൽ ഇത്രയും ഭീരുവായി മാറുന്നത് പരാജയം സമ്മതിച്ചതിൻ്റെ തുല്യമാണ്. ലക്ഷക്കണക്കിന് പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു അനിൽകുമാറിനോട് മുഖം നോക്കി പറയാനുള്ളത് പറയാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇരുട്ടിൻ്റെ മറവിൽ ആരും കാണാതെ കൊണ്ടുപോയി റീത്ത് വച്ചിരിക്കുന്നത്. അതും പാർട്ടി ഗ്രാമം എന്ന് അവർ പറയുന്ന കണ്ണൂരിലെ കണ്ണപുരത്താണെന്ന് ഓർക്കണം. ഇന്നലെ വരെ ഈ രാജ്യത്ത് തന്നെ CPM-ൻ്റെ കോട്ടകൊത്തളം എന്ന് വിശേഷിപ്പിച്ചിരുന്ന പയ്യന്നൂരിൽ ഇത് പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കാൻ ഒറ്റ കുഞ്ഞികൃഷ്ണന് സാധിച്ചിട്ടുണ്ടെങ്കിൽ CPM-ൻ്റെ സമ്പൂർണ്ണ പതനമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ അനിൽകുമാർ CPM-ൻ്റെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണിപ്പോൾ. അദ്ദേഹം ചില്ലറക്കാരനല്ല. വി കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകം ഏറ്റുവാങ്ങിയത് അനിൽകുമാറായിരുന്നു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന പ്രൊഫസർ MN വിജയൻ്റെ മകനാണ് VS അനിൽകുമാർ. എഴുത്തുകാരനും സാമൂഹിക വിമർശകനുമായ VS അനിൽകുമാർ കഴിഞ്ഞ മാസമാണ് കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തത്. കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലല്ലാതെ അതുവരെ ആർക്കും ഒരു പാർട്ടിക്കാരനും വിരോധമുണ്ടാകാനുള്ള കാരണങ്ങളൊന്നും തന്നെ അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ നടത്തിയ വലിയൊരു പ്രസംഗത്തിൽ CPM-ൻ്റെ കൊള്ളരുതായ്മയ്ക്കും അതുപോലെ ജീർണതയ്ക്കുമെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. അതിൻ്റെ പ്രതികാരം, ആ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു ദേഷ്യം CPM ഇപ്പോൾ തീർത്തതാണ് എന്നാണ് പറയുന്നത്. ഏതായാലും സാധാരണ റീത്ത് വെക്കുന്നതൊക്കെ ഒരാളെ അന്ത്യയാത്രയാക്കുമ്പോഴാണ്. എന്നാൽ ഇത് പാർട്ടിയുടെ നെഞ്ചത്ത് വെച്ചൊരു റീത്തായി മാറിയെന്നാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ഇതിൽ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. CPM എത്തി നിൽക്കുന്ന വലിയൊരു അപജയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ശബരിമലയിലെ സ്വർണം എല്ലാം കട്ടുകൊണ്ടുപോയി എന്ന് പിണറായി വിജയൻ്റെ പോലീസ് തന്നെ കണ്ടെത്തി മാസങ്ങളായി ജയിലിൽ കിടക്കുന്ന ഒരു CPM നേതാവ് പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. എന്നാൽ CPM-ൻ്റെ MLA സ്വന്തം ജീവന് തുല്യം സ്നേഹിച്ച ഒരു പാർട്ടിയുടെ രക്തസാക്ഷിയുടെ ഫണ്ടിൽ നിന്നും 1/2 കോടി രൂപ പറ്റിച്ചു എന്ന് കണക്ക് സഹിതം വെളിപ്പെടുത്തി ആ ജില്ലാ കമ്മിറ്റി അംഗത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. മാത്രമല്ല, തട്ടിച്ചു എന്ന് പറയുന്ന പണത്തെപ്പറ്റി, അതിൻ്റെ കണക്കിനെപ്പറ്റി അന്വേഷണമില്ല. പാർട്ടിക്ക് അത് ഇഷ്ടവുമല്ല. ഇതോടെ ആത്മാഭിമാനമുള്ള CPM പ്രവർത്തകർ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാണുന്നത്. അതോടെ പയ്യന്നൂർ എന്ന പാർട്ടി ഗ്രാമത്തിൽ CPM പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ വിഭ്രാന്തിയാണ് ഇരുട്ടിൻ്റെ മറവിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇങ്ങനെ റീത്തും വെച്ച് നടക്കുന്നത്.